Good morning, dear students. What do you see in this picture beside me? You can see a symbol of love, right? And there's a salt desert. The very title of the short story which we are going to look into is this one: Love Across the Salt Desert. സ്നേഹത്തിന് അതിരുകൾ ഭേദിച്ച് മുന്നേറാനുള്ള ശക്തിയുണ്ടെന്ന് കാണിക്കുന്ന ആ ഒരു തീം അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ലവ് അക്രോസ് ദ സാൾട്ട് ഡെസേർട്ട് ബൈ KK.N. ദാരുവാല. ആ കഥകൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പോയറ്റിക് സ്റ്റൈലുണ്ട്. സോ ബ്യൂട്ടിഫുൾ. വളരെ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ച് തരുന്ന രീതിയിലെ പ്രസൻറ്റേഷനാണ് KK.N. ദാരുവാല ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു രീതി. So let us first of all look into the details of the writer. You can see KK.N. Daruvala was born in 1937. He is an Indian poet and short story writer in English. He is also a former Indian police service officer. He was awarded Sahitya Akademi Award in 1984. His poetry collection, The Keeper of the Dead, by the Sahitya Akademi Award. Sahitya Akademi Award അർഹനായി. He was also awarded പത്മശ്രീ ബഹുമതിയും കൂടി നേടിയ ആളാണ് നമ്മുടെ റൈറ്റർ. ആഫ്റ്റർ ഓൾ നമ്മളിപ്പോൾ ഈ അവതരിപ്പിക്കുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷോർട്ട് സ്റ്റോറി, ഇറ്റ് വാസ് പ്രസൻറ്റഡ് ആസ് എ ഫിലിം, ഹിന്ദി ഫിലിം വിത്ത് ദ നെയിം ദ റെഫ്യൂജീസ്. ഇപ്പോൾ റെഫ്യൂജി എന്ന നാമത്തിൽ ഹിന്ദി സിനിമയായും കൂടെ ഈ കഥ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. So after let us just look into the beautiful picturization, illustration by the writer. Okay, so love across the salt desert. സ്നേഹത്തിന് മരുഭൂമികൾ താണ്ടിക്കിടക്കാനും അതിനെ ഭേദിച്ച് മുന്നേറാനുള്ള ശക്തിയുണ്ടെന്ന് കാണിക്കുന്ന കഥാപാത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നജബ് ആൻഡ് അദ്ദേഹം സ്നേഹിക്കുന്ന ഫാത്തിമ എന്ന പാകിസ്ഥാനി പെൺകുട്ടി. ഇതാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. പൈവറ്റൽ പൊസിഷൻ നമ്മുടെ നജബ് ഫാത്തിമയാണ്. സോ ദ റാൻ ഓഫ് കച്ച് ഈസ് എ വാസ്റ്റ് ലോൺലി ഡെസേർട്ട്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ക്രോസ്, യെറ്റ് സം പീപ്പിൾ ഡു ക്രോസ് ഇറ്റ് for reasons of their own. Najib Hussain also crossed the vast desert for a very special reason. What was it? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധികമാരും ക്രോസ് ചെയ്യാത്ത ഒരു ഭാഗമാണ് റാൻ ഓഫ് കച്ച്. ഇന്ത്യയിൽ നിന്നും നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഡെസേർട്ട് താണ്ടി കടന്ന് വേണം പോകാൻ. സോ ഒരുവിധം ആളുകളൊന്നും അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരാറില്ല. പക്ഷേ നമ്മുടെ നജബ് ഹുസൈൻ ഈ ഒരു ഡെസേർട്ടിനെ തരണം ചെയ്യുന്നു. അദ്ദേഹം ഫോർ എ സ്പെഷ്യൽ റീസൺ. വാട്ട് വാസ് ഇറ്റ്? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫാത്തിമയെ തേടിയുള്ള യാത്ര തന്നെയാണ്. സോ ദ ഡ്രോട്ട് ഇൻ കച്ച്. നൗ ദ റൈറ്റർ ഗീവ്സ് us എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ റാൻ ഓഫ് കച്ച്. ഈ സാൾട്ട് ഡെസേർട്ട് എന്ത് തരത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നതെന്ന് നോക്കാം. സോ ദ ഡ്രോട്ട് ഇൻ കച്ച് ഹാഡ് ലാസ്റ്റഡ് ഫോർ 3 successive years. തുടർച്ചയായി 3 വർഷം മഴ കിട്ടാതെ കടുത്ത വരൾച്ചയിലാണ് ദ റാൻ ഓഫ് കച്ച്. ഈവൻ വെൻ ക്ലൗഡ്സ് വെർ സൈറ്റഡ് they passed by, ignoring the stricken country. ഒരു പക്ഷേ മേഘങ്ങൾ തന്നെ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. The monsoon had set, so to speak, forgotten the land. ഈ 3 വർഷവും മൺസൂൺ
ഈ മരുഭൂമിയെ തീർത്തും മറന്നുപോയിരിക്കുന്നു. സോ ദ റാൻ ലേ ലൈക്ക് എ പാരലൈസ്ഡ് മോൺസ്റ്റർ. അപ്പോൾ റാൻ ഓഫ് കച്ചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇനി. സോ ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ മോൺസ്റ്റർ. ഒരു രാക്ഷസനായി പാരലൈസ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു രാക്ഷസൻ്റെ പിക്ചർ എടുക്കുക. അതാണ് ആ മരുഭൂമിയെ അദ്ദേഹം ഉപമിക്കുന്നത് ഒരു രാക്ഷസനോടാണ്. ഇറ്റ്സ് ബാക്ക് കവേർഡ് വിത്ത് സ്കാബ് ആൻഡ് സ്കാർ ടിഷ്യൂ ആൻഡ് ഡ്രൈഡ് ബ്ലിസ്റ്റർ സ്കിൻ. പരിക്കേറ്റ് വീണ് കിടക്കുന്ന, പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രാക്ഷസനെ പോലെ പരന്ന് കിടക്കുകയാണ് റാൻ ഓഫ് കച്ച്, ഈ സാൾട്ട് ഡെസേർട്ട്. So the earth had cracked and it looked as if chunks of it had been baked in a kiln and then embedded in the soil crust. ഈ മരുഭൂമിയുടെ ഒരു ഭാഗം നമ്മൾ ചപ്പാത്തി അതുപോലെ കുബൂസൊക്കെ ചുട്ടെടുക്കുന്ന പിന്നെ അതിൻ്റെ ഒരു അടുപ്പുണ്ടല്ലോ, ക്ലീൻ എന്നതുപോലെ അതിനകത്തിട്ടിട്ട് അതിനുശേഷം പുറത്തെടുക്കുന്നത് പോലെ ആകെ ഡ്രൈ ആയിട്ട് ആകെ പൊരിഞ്ഞ് കിടക്കുകയാണ് ഈ മരുഭൂമി എന്നാണ് the writer says. The cattle became thin and emaciated, the oxen died. അപ്പോൾ അതിൻ്റെ ആ വരൾച്ചയുടെ ആ ഡ്രോട്ടിൻ്റെ അവസ്ഥ കാണിക്കുന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഭൂമിയൊക്കെ ക്രാക്ഡ് ആണ്, വരണ്ട് കിടക്കുകയാണ്. ചങ്ക്സ്, പിന്നെ the cattle became thin and emaciated. അവിടെയുള്ള കന്നുകാലികളൊക്കെ വളരെ ശുഷ്കിച്ചിരിക്കുകയാണ്. കാളകൾ മരണപ്പെട്ടു. The camel only survived comfortably. അവിടെ ഈ ക്യാമലിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ്. ഫീഡിങ് ഓൺ ദ ബവൽ camel thorn. Then one day the clouds rolled in like wine skins and the lighting cracked and the wine skins burst. അപ്പോൾ ക്യാമലിന് മാത്രമേ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്ത് നിലകൊള്ളാൻ, സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ക്യാമലിന് ക്യാമൽ തോൺ അവിടെ അവൈലബിൾ ആണ്. Then one day the clouds rolled in like wine skins and the lighting cracked and the wine skins burst. ഒരു ദിവസം ഇതെല്ലാം, ഈ അവസ്ഥകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു സംഭവം നടന്നു. Though 2 years have passed since the drought ended, everyone remembers that it first rained on the day when Fatima entered the village. This is how she came. ഈ മരുഭൂമിയിൽ 2 വർഷം കഴിഞ്ഞു മഴ പെയ്തിട്ട്. ഇനിയിപ്പോൾ ഈ അവസ്ഥയെ മൊത്തം മാറ്റിമറിക്കുന്നത് ഫാത്തിമയുടെ ആഗമനമാണ്. ഈ മരുഭൂമിയിൽ ഫാത്തിമ കാലെടുത്ത് വെച്ചതോടുകൂടി ഇവിടുത്തെ കാലാവസ്ഥ മാറിയെന്നാണ് റൈറ്റർ നമ്മളോട് പറഞ്ഞു തരുന്നത്. സോ വാട്ട് വുഡ് ഹി നോട്ട് ഡു ഫോർ ഹെർ? അവൾക്ക് വേണ്ടി അവൻ എന്താണ് ചെയ്യാത്തത്? the daughter of spice seller, she who smelt of cloves and cinnamon, whose daughter had the timbre of angle bells, whose eyebrows were like black wisp of the night, and whose hair was the night itself. For her he would cross the salt desert. അപ്പോൾ ഫാത്തിമയെക്കുറിച്ചാണ് ഇനി അദ്ദേഹം വിവരിക്കുന്നത്. ഒരു സ്പൈസ് സെല്ലറുടെ, സുഗന്ധ വ്യഞ്ജന വ്യാപാരിയുടെ മകളാണ് ഫാത്തിമ. അവളുടെ ശരീരത്തിൽ പോലും, അല്ലെങ്കിൽ അവൾക്ക് ഇതിൻ്റെ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധമുണ്ട്. ക്ലോവ്സിൻ്റെയും സിനമണിൻ്റെയും എല്ലാം ഗന്ധമുണ്ട്. ഹൂസ് laughter had the timbre of angle bells. അവളുടെ ചിരിക്ക് ഒരു നല്ല ആംഗിൾ ബെൽസിൻ്റെ ചിലങ്കയുടെ ശബ്ദമുണ്ട്. ഹൂസ് ഐബ്രോസ് വെർ ലൈക്ക് ബ്ലാക്ക് വിസ്പ്സ് അറ്റ് നൈറ്റ്. അവളുടെ രാത്രി അവൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രകാശം പരത്തുന്നുണ്ട്. ഷീ വുഡ് ക്രോസ് ദ സാൾട്ട് ഡെസേർട്ട്. അവൾക്ക് വേണ്ടിയാണ് നജബ് ഈ സാൾട്ട് ഡെസേർട്ട് ക്രോസ് ചെയ്യുന്നത്. So he had stayed the day at Kaladungar. കലാദുങ്കാറിൽ അന്ന് താമസിക്കുകയാണ്. ബ്ലാക്ക് ഹിൽ ക്യാപ്ഡ് വിത്ത് ബസാൾട്ട് കൊണ്ട് ക്യാപ്പ് ചെയ്യപ്പെട്ട, ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കാലാദുങ്കാറിലാണ്
അവിടെ അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത്. ഹയസ്റ്റ് ഇൻ കച്ച്, കച്ചിലെ ഏറ്റവും ഉയർന്ന പ്രതലത്തിലാണ് എന്ന് പറയാൻ കലാതുങ്കാറിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. സോ ഹി ഹാഡ് സെറ്റ് ഹിസ് ക്യാമലിനെ അവിടെ സെറ്റ് ചെയ്തു. അല്ലാരക്ക എന്ന് പറയുന്ന ക്യാമലിനെ അവിടെ സെറ്റ് ചെയ്യുന്നു. ഫ്രീ ടു ക്രോപ്പ് ഓൺ ദ ബബിൾ ട്രീസ്, അവിടെ യഥേഷ്ടം മേഞ്ഞു നടന്ന് ഭക്ഷിക്കാൻ തരപ്പാകത്തിൽ അവരെ അഴിച്ചുവിടുന്നു. അറ്റ് ഡസ്ക് ഹി പെയ്ഡ് ഹോമേജ് ടു ദ ഫുട് പ്രിൻസ് ഓഫ് പഞ്ചമായി പീർ ഓൺ ദ ഹിൽ ടോപ്പിൽ പഞ്ചമായി പീറിൻ്റെ ഫുട് പ്രിൻറ്റിൽ അതിൻ്റെ മുമ്പിൽ ഹോമേജ് ഒരു ബഹുമതി അർപ്പിക്കുകയാണ് നജബ്. ഹി ലെഫ്റ്റ് സം ഫുഡ് ദെയർ, അവിടെ കുറച്ച് ഭക്ഷണം ഉപേക്ഷിക്കുന്നു, അവിടെ വെക്കുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ബീറ്റിംഗ് ഓൺ ദ താലി, ആ ഭക്ഷണപാത്രത്തിൻ്റെ മുകളിൽ ഒരു ബെല്ലടിക്കുന്നു, അതിൽ ശബ്ദമുണ്ടാക്കുന്നു. അക്കോർഡിംഗ് ടു ദ കസ്റ്റം ഹിയർ, അവിടെ ഫുഡ് കൊണ്ടുവെക്കുകയും അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടുത്തെ പതിവ്, അവിടുത്തെ ആചാരം അതാണ്. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ജാക്കൽസ് മെറ്റീരിയലൈസ്ഡ് ആൻഡ് ഗോബിൾഡ് അപ്പ് ദ ഫുഡ്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവിടെ ചെന്നായികൾ വരികയും അവിടുത്തെ ഭക്ഷണം അവർ ഗോബിൾ ചെയ്യുകയും ചെയ്തു, അന്ന് വിഴുങ്ങുകയും ചെയ്തു എന്നാണ്. ആ ഫുഡ് കഴിച്ചു എന്ന് പറയും. സോ ദിസ് വാസ് ഓസ്പീഷ്യസ്, ഇത് വളരെ ശുഭലക്ഷണമാണ്. ഇഫ് ദേ ഹാഡ് നോട്ട് ടേൺഡ് അപ്പ് ഹി വുഡ് ഹാവ് ക്യാൻസൽഡ് ദ ജേർണി. എ ലംബ് വാസ് ലൈറ്റഡ് ഇൻ ദ പീസ് ഓണർ ആൻഡ് എവറി നൈറ്റ് ഓൺ ദ ഹിൽ ടോപ്പ് ആൻഡ് ദ ഫ്ലെയിം കുഡ് ബി സീൻ ഓൺ ഓൾ ദ വേ ഫ്രം ക്വാഡ. അങ്ങനെ ലാമ്പ് ഈ പഞ്ചമായി പീറിൻ്റെ എന്താ പറയുക, ടോംബിൻ്റെ അടുത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചു കൊണ്ടൊരു ലാമ്പ് എപ്പോഴും അവിടെ കത്തിച്ചു വെക്കാറുണ്ട്. അദ്ദേഹത്തിന് ആ ഹിൽ ടോപ്പിന് മുകളിൽ പഞ്ചമായി പീറിൻ്റെ ടോംബിൻ്റെ സൈഡിൽ ഒരു ലാമ്പ് എപ്പോഴും കത്തിയിരിക്കും. എ ലാമ്പ് വാസ് ലൈറ്റഡ്. ഈ പീറിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ വരുന്നവർ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ അല്പം ഭക്ഷണം അവിടെ വെക്കുകയും ഇതുപോലെ നജബ് ചെയ്തതുപോലെയുള്ള ഈ ഒരു പ്രാക്ടീസ് തുടരാറുണ്ട് എന്നാണ്. സോ over 100 years earlier in the Panchamai period had trudged these salt ways serving the people accompanied as legend had it. പഞ്ചമായി പീർ ഇതിൽ നടന്നു പോയ സമയത്ത് ഇപ്പോൾ ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. ബൈ എ ജാക്കൽ ചെന്നായിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലം അവിടെ ഉണ്ടായിരുന്നു. സോ റെക്ലൂസീവ് ബൈ ഹാബിറ്റ് ഹി യൂസ് ടു റിട്ടയർ ടു തോൺ ജംഗിൾസ്. അങ്ങനെ അവിടെ ഈ മുൾച്ചെടികൾക്കിടയിൽ റെസ്റ്റ് എടുക്കുക പതിവായിരുന്നു. Where apart from the vulpine companions none else dared to disturb this nocturnal tryst. ഈ രാത്രിയുള്ള വിശ്രമത്തിന് മറ്റാരും ശല്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെയുള്ള ഈ ജാക്കൽസ് അല്ലാതെ. സോ ദ കസ്റ്റം ഓഫ് ഫീഡിങ് ദ ജാക്കൽസ് ഹാഡ് ലിംഗേർഡ് സിൻസ് ദെൻ. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ജാക്കൽസിനെ ഭക്ഷണം കൊടുക്കുക എന്ന ഒരു ആചാരം. നജബ് ബൗഡ് ബിഫോർ ദ ഫ്ലെയിം ആൻഡ് സെറ്റ് ഔട്ട്. അങ്ങനെ ആ വെളിച്ചത്തിനു മുമ്പിൽ തലകുനിച്ചുകൊണ്ട് നജബ് പുറപ്പെടുകയാണ്. ഹി ലെഫ്റ്റ് ബിഹൈൻഡ് ദ ക്യാമൽ തോൺ shrubs and the area once famous for the savannas of stunted grass and now sere and brown as the desert. വളരെ കൊച്ചു കൊച്ചു കുറ്റിച്ചെടികളും ഈ മരുഭൂമിയിൽ മുൾച്ചെടികളുമെല്ലാം പിന്നിലാക്കിക്കൊണ്ട് നജബിത മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നൗ ഹി ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഓൾ ഹ്യൂമൻ ഹാബിറ്റേഷൻ. അങ്ങനെ യാത്ര തുടർന്ന് മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം കവർ ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു. സോ ഖുറൻ ബീയിങ് ദ ലാസ്റ്റ് വില്ലേജ് ആയ ഖുറനും പാസ് ചെയ്ത് കഴിഞ്ഞു. ഫോർ ദ നെക്സ്റ്റ് 3 days he would not be seeing any bangas. ഇനി മുതൽ അങ്ങോട്ട് ഒരു വീട് പോലും, ഒരു മൺവീട് പോലും ഇനി കാണാൻ സാധിക്കില്ല. അത്രമാത്രം ശൂന്യമാണ് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ദോസ് 1 room mud house circular at the base. ഒരു റൂം മാത്രമുള്ള മഡ് ഹൗസിനാണ് ബംഗാസ് എന്ന് പറയുന്നത്. മണ്ണ് കൊണ്ട് നിർമ്മിച്ച
ഒറ്റമുറി ഉള്ള കൊച്ചു കൊച്ചു വീടുകളാണ് ആ മരുഭൂമിയിൽ കാണാൻ പറ്റുന്നത്. ഇനി അതുപോലും കാണില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. Now only the sandscapes stretched out before him, mile upon mile, water splashed in the shaggles. With the name of the Peer on his lips, Najib Hussain set forth. പഞ്ചമായ പീറിൻ്റെ നാമം നാവിൽ ഉരുവിട്ടുകൊണ്ട് നജബ് ഹുസൈൻ അതാ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളില്ല, മറ്റു ഒന്നും, ജീവജാലങ്ങളെ ഒന്നും അവിടെ കാണാൻ സാധിക്കില്ല. തനിച്ച് ഏകാന്തനായി ഈ ക്യാമലിനെയും കൊണ്ട് നജബ് മുന്നോട്ട് പോവാണ്. സോ നജബ്സ് ഡിഫിഡൻസ് വാസ് നോട്ടോറിയസ് അമംഗ് ഹിസ് ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നജബിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണ്. നജബ് അവിടെ നാട്ടിൽ തന്നെ വളരെ നജബ് ഒരു കാര്യത്തിനും ആത്മവിശ്വാസമുള്ള ആളൊന്നുമല്ല. ഹിസ് ഡിഫിഡൻസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ് ഡിഫിഡൻസ്. സോ ഇറ്റ് വാസ് നോട്ടോറിയസ്. ആളുകൾക്കെല്ലാം ഇടയിലും വളരെ കുപ്രസിദ്ധമാണ്. അത് നജബിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവന് വളരെ ഭീരുവായ ഒരാളാണ്. ഹി വാസ് നോൺ ടു ഹാവ് ബ്ലഷ്ഡ് അറ്റ് ദ മിയർ മെൻഷൻ ഓഫ് എ ഗേൾ. ഒരു പെൺകുട്ടിയുടെ പേര് പറയുമ്പോൾ പോലും വളരെ ഷൈയായി നിൽക്കുന്ന ഒരു അവസ്ഥ, മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത, വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് നജബ്. Strangely introverted lad with dreamy eyes. So no one had ever associated with any act of bravado. His father Aftab, നജബിൻ്റെ ഫാദറിൻ്റെ പേര് അഫ്താബാണ്, would say, all that my ancestors and I have acquired during 100 years, this lad will squander away. ഞങ്ങൾ 100 വർഷങ്ങളായി ഞങ്ങളുടെ തലമുറകൾ, നമ്മളുടെ കുടുംബക്കാരെല്ലാം സഞ്ചരിച്ച ആ ധീരമായ പാതയെ പൂർണ്ണമായും സ്ക്വാണ്ടർ ചെയ്തുകൊണ്ട്, വേസ്റ്റാക്കിക്കൊണ്ടാണ് നജബ് ഹുസൈൻ്റെ സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? നജബ് വല്ലാതെ സംസാരിക്കില്ല. ആൾ വളരെ ഇൻട്രോവേർട്ടഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഫേസ് ചെയ്യാൻ മടിയുള്ള ആളാണ്. ധൈര്യമായി കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുള്ള ആളാണ്. ഡിഫറെൻറ്റ് ഫ്രം ഹിസ് അഫ്താബ്. അദ്ദേഹത്തിൻ്റെ ഫാദറോ അതല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർക്ക് നിന്നൊക്കെ തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നജബ്. സോ ദിസ് ലാഡ്സ് ബിക്കോസ് ഹി വാസ് ടു ഷൈ ടു ചേഞ്ച് ദ മണി ഫോർ വാട്ട് ഹി സെൽസ്. അപ്പോൾ അവൻ കച്ചവടം ചെയ്യാൻ തന്നെ ഒരു പണം ചേഞ്ച് ആക്കാൻ തന്നെ പ്രയാസമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നജബ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഇത്രയും ധൈര്യമായിട്ട് ഒരു പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ ഫാത്തിമയെ അന്വേഷിച്ചുകൊണ്ട് തൻ്റെ സ്നേഹഭാജനത്തെ തേടിക്കൊണ്ട് ഇത്രയും വിജനമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. സോ ഹി ഹാഡ് ക്രോസ്ഡ് ദ റാൻ ഓൺ 4 occasions earlier. ഇതിനു മുമ്പ് 4 പ്രാവശ്യം ഈ റൺ ഓഫ് കച്ച് താണ്ടിക്കടന്നിട്ടുണ്ട് നജബ്. ദോ ഹി ഹാഡ് ടേൺ 20 only a month ago, but each time he had either accompanied his father or that wily old smuggler Zaman. പക്ഷേ ഇത്രയൊക്കെ പ്രാവശ്യം അവൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ഒന്നുകിൽ ഫാദർ ഉണ്ടാവും അല്ലെങ്കിൽ സ്മഗ്ലർ ആയിരിക്കുന്ന സമാൻ ഉണ്ടായിരിക്കും. So the veteran of a hurdled illegal trips to Sindh. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിദഗ്ധനായിട്ടുള്ള ഒരു സ്മഗ്ലർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് സമാൻ. So each time they had taken tendu leaves worth about 500 and sold it across the border for 1200. എപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ ടെൻഡു ലീവ് എടുക്കുന്നു, അത് വലിയ വിലക്ക് വിൽക്കുകയും ഈ പോകുന്ന വഴിക്ക് വിറ്റ് ക്യാഷാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ബിറ്റ്വീൻ ദ പേ ഓഫ് ടു ദ ഒഫീഷ്യൽസ് ആൻഡ് ടു ദ ഇൻ്റർമീഡിയറീസ് ഹു അറേഞ്ച്ഡ് ദ സെയിൽ ഓഫ് ദ ബിരി ലീഫ്, to the man who took the camel out to gaze, and to the friend or relative who troubled them, there was precious little left. അങ്ങനെ കാര്യമായിട്ട് ഒന്നും അവശേഷിപ്പിക്കാത്ത, ഇതെല്ലാം വിറ്റ് ക്യാഷാക്കുന്ന അവസ്ഥയിലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് ഇനഫ് ടു ബൈ സം യൂസ്ഡ് cherry garments and clothes, and then it was time to make the long trek across the desert. അങ്ങനെ ട്രക്കിംഗ് നടത്തുകയാണ് ചെയ്യാറ് അവരുടെ പതിവ്. സോ ഇറ്റ് വാസ് ഡ്യൂറിങ് വൺ ഓഫ് ദീസ് ട്രിപ്സ്. ഇങ്ങനെ കഴിഞ്ഞ അവരുടെ ഒരു എത്രയോ ട്രിപ്പുകളിലുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ, ദേ ഹാഡ് സ്റ്റേയ്ഡ് വിത്ത്
കാലിഷയുടെ കൂടെയായിരുന്നു അവർ ഇടയ്ക്ക് സ്റ്റേ ചെയ്യാറുള്ളത്, താമസിക്കാറുള്ളത്. ഹീ ഈസ് എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഓഫ് യുവർ മദർ, ഹിസ് ഫാദർ ടോൾഡ് നജബ്. നജബിനോട് ഫാദർ പറയാറുണ്ട്, നമ്മളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ് കാലിഷ എന്ന് പറയുന്ന ആൾ. So Kalisha was tall, well fleshed, and his thick-jawed face had purple tinge about it, as if somewhere along tumult of black and white checks. അവൻ്റെ കാലിഷയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്, ഏതാണ്ട് കള്ളി തുണി ആണ്, അതായത് ഏതാണ്ട് ചെക്ക് കളറുള്ള തുണിയൊക്കെയാണ് അദ്ദേഹം ധരിക്കുന്നത്. വിത്തിൻ എ ഡേ നജബ് ഡിസ്കവേർഡ് ദാറ്റ് ദ ഫെലോ വാസ് ആൻ ആബ്സൊല്യൂട്ട് റോഗ് ഹു ഡ്രോവ് സച്ച് എ കസ്റ്റ് bargain that for the first time in his hearing his father started mouthing obscenities. ഈ കാലിഷ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ഒബ്സീനാണ്, വളരെ മോശമായ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിൽ തന്നെ നജബിന് മനസ്സിലായി ഇത് വളരെ മോശപ്പെട്ടൊരു വ്യക്തിത്വമാണ്. ഇത്രയും പറഞ്ഞ് നമുക്ക് തുടർന്നുള്ള ഭാഗം, ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ലെസണിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.